ഹായ് വെൽക്കം ഓൺ. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ലുക്ക് ഓൺ ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ. വി ഹാവ് മീറ്റിംഗ് അറ്റ് 10 o'clock. ഞങ്ങൾക്ക് 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ദെൻ തേർഡ് എക്സാമ്പിൾ. ദേ ഹാവ് എക്സാം ടുമോറോ. അവർക്ക് നാളെ പരീക്ഷയുണ്ട്. ദെൻ ഫോർത്ത് എക്സാമ്പിൾ. യു ഹാവ് എ ഗുഡ് ന്യൂസ്. നിങ്ങൾക്കൊരു നല്ല വാർത്തയുണ്ട്. ദെൻ ഫിഫ്ത്ത് എക്സാമ്പിൾ. ഷീ ഹാസ് എ പെറ്റ് ഡോഗ്. അവൾക്കൊരു വളർത്തുനായയുണ്ട്. ദെൻ സിക്സ്ത് എക്സാമ്പിൾ. ഹി ഹാസ് 2 kids. അവന് 2 കുട്ടികളുണ്ട്. സെവൻത്ത് എക്സാമ്പിൾ. ഇറ്റ്സ് എ ടോയ്. അതൊരു കളിപ്പാട്ടമാണ്. Then eighth example. We had a big house when I was a kid. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു വലിയ വീടുണ്ടായിരുന്നു. നയൻത് എക്സാമ്പിൾ. രാജു ഹാഡ് എ ബർത്ത്ഡേ പാർട്ടി യെസ്റ്റർഡേ. രാജുവിന് ഇന്നലെ പിറന്നാൾ പാർട്ടി ഉണ്ടായിരുന്നു. Then 10th example. I had many dreams but now all are broken. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാം തകർന്നിരിക്കുന്നു. ഫ്രം ഓൾ ദിസ് എക്സാമ്പിൾ വി നോട്ടീസ് ദാറ്റ്, അതായത് ഈ എല്ലാ എക്സാമ്പിൾസിലൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. ഈ ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഹാസും ഹാവും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഹാസ്, ഹാവ് എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതായത് കഴിഞ്ഞ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാവ് ഏത് പ്രൊനൗൺസിൻ്റെ കൂടെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഐ എന്ന് പറയുന്ന നൗൺ, അതായത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ് ഹാവ് എന്ന് പറയുന്നത്. ഐ ഹാസ് എന്ന് പറയില്ല, ഐ ഹാവ്. അതുപോലെ വി ഹാവ്, ദേ ഹാവ്. അതായത് പ്ലൂറലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ് ഹാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും എപ്പോൾ പ്രൊനൗൺസ് സിംഗുലർ ആണെങ്കിൽ. അതായത് ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. നമുക്ക് എക്സാമ്പിളിൽ കാണാൻ കഴിയും. ദെൻ ഹാഡ് എന്ന് പറയുന്ന വേർബ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഏത് പ്രൊനൗൺസിൻ്റെ കൂടെ വന്നാലും ഹാഡ് തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ്, രാജു ഹാഡ്, വി ഹാഡ്. പ്ലൂറൽ വന്നു കഴിഞ്ഞാലും സിംഗുലർ വന്നു കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുക ഹാഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ്. അത് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യും. അത് ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ നൗണിന് ശേഷം വരുന്നതാണ്. ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ അല്ലെങ്കിൽ ഐ ഹാവ്, വി, ദേ പറയുന്ന പ്രൊനൗൺസിൻ്റെ ശേഷമാണ് നമ്മൾ ഹാവ് എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹാഡ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അത് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും പ്രൊനൗൺസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതെന്ത് ചെയ്യും, ഹാഡ് എന്ന് പറയുന്ന വേർബ് തന്നെ എക്സിസ്റ്റ് ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.